ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോട്ടയായിട്ടുള്ള മെട്രോപൊളിറ്റാനോയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ പിള്ളേര് സുന്ദരമായിട്ടുള്ളൊരു റെമോൺടാഡയുടെ കഥ രചിച്ചിരിക്കുകയാണ്. ഒരു ഹിസ്റ്റോറിക് വിക്ടറി പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗ്രേറ്റ് കംബാക്ക് അവർ നടത്തിയിരിക്കുകയാണ്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോമിൽ അവരുടെ പരദേശയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-0 ലീഡ് എടുത്തിരിക്കുകയായിരുന്നു. മത്സരം 70 മിനിറ്റ് കടക്കുന്ന സിനാരിയോയിൽ സൊർലോത്ത് എന്ന് പറയുന്ന ആ ചെങ്ങായി ബാഴ്സലോണയ്ക്കെതിരെ വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ്, അതും ബെഞ്ചിൽ നിന്ന് വന്നുകൊണ്ട്. ആ രീതിയിൽ 2-0 ലീഡ്. പക്ഷേ പിന്നീട് ബാഴ്സലോണ കംബാക്ക് നടന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് 4-2 എന്നുള്ള സ്കോർ ലൈന് ബാഴ്സലോണ വിജയിച്ച് കയറിയിരിക്കുകയാണ്. വല്ലാത്തൊരു വിജയം തന്നെ. അതായത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഹാൻസി ഫ്ലിക്ക് ഏത് ദിശയിലേക്കാണ് ഈ ക്ലബിനെ കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് വെറും ഒരു റെമോൺടാഡയല്ല, ഇത് വെറും ഒരു കംബാക്ക് വിജയം മാത്രമല്ല. ഈ സീസണിൽ ബാഴ്സലോണയുടെ മെൻറ്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ് അത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ട ബാഴ്സയെ അല്ല ഇത് എന്നുള്ള കാര്യം ഓർക്കണം. വളരെ ബ്രേവായിട്ടുള്ള ഒരു പറ്റം പോരാളികളായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിയിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മൻ. ഈ മഹത്തായ കാറ്റലൻ ക്ലബിനെ ജർമ്മൻകാരനായിട്ടുള്ള ഹാൻസി ഫ്ലിക്കാണ് ഇപ്പോൾ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അതായത് ഷാവി അവിടെ ഇടയ്ക്ക് വെച്ച് വന്നിട്ട് നല്ലൊരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു അണ്ടർ റേറ്റഡ് പണിയെടുത്തിട്ടുണ്ടായിരുന്നു, ലീഗ് ടൈറ്റിലൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മെൻറ്റാലിറ്റിയിൽ ഒരു പ്രശ്നം നമുക്ക് ഈ ബാഴ്സലോണ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ് നമുക്കറിയാം, ഫുട്ബോൾ ആകുമ്പോൾ ജയിക്കും തോൽക്കും, എല്ലാ കളിയും എല്ലാ ടീമിനും ജയിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഈ ബാഴ്സലോണ സൈഡ്, ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എന്തായാലും പ്രതീക്ഷിക്കാം. അതായത് ഒരു ഫൈറ്റ് ഇല്ലാണ്ട് അവർ തോറ്റു കൊടുക്കില്ല എന്നുള്ളതാണ്. അതായത് തല താഴ്ത്തിക്കൊണ്ട് അടിയറവ് പറയാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. തോൽക്കുമായിരിക്കും, പക്ഷേ ഫൈറ്റ് ചെയ്തിട്ട് അവർ തോൽക്കുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ചേഞ്ചാണ് ഈ ടീമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വല്ലാത്തൊരു സംഭവം തന്നെയാണത്. അതായത് ഫൈറ്റ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല ഈ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ കംബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമ്മൾ ലാ ലീഗ ടൈറ്റിൽ റേസിൻ്റെ കോൺടെക്സ്റ്റ് കണക്കിലെടുക്കുമ്പോൾ, ബാഴ്സലോണയുടെ ടൈറ്റിൽ ഹോപ്സ് കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാം ഒക്ടോബറിൽ ഒരു മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തലപ്പത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഒരു സ്ലംപ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്പ് ഇൻ ഫോം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പോയിൻറ്റ്സ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനാരിയോയിൽ നമുക്കറിയാം ഒക്ടോബറിൽ ആർക്കും ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല എന്നുള്ളത്. മാത്രമല്ല അവർ പിന്നീട് ഒരു കംബാക്ക് നടത്തുന്നു. അപ്പോൾ എന്താണ് ആ കംബാക്ക് നടത്തിയിട്ടുള്ള ഈ സിനാരിയോയിൽ മാർച്ചിൽ നമുക്കറിയാം ആർക്കും ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റേസ് നടക്കുന്ന ഒരു സിനാരിയോയിൽ. പക്ഷെ എന്താണ്, റൈറ്റ് ഡയറക്ഷനിലൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കസാഡക്കൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ സെറ്റ് ബാക്കുകളാണ്. പക്ഷേ സ്റ്റിൽ വാട്ട് എ ജേണി അല്ലേ. ഈ ജേണി ശരിയാണ്, ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. പക്ഷെ എന്നാലും ബാഴ്സലോണ ആരാധകർ എൻജോയ് ചെയ്യുന്നുണ്ട്. അഡ്രിനാലിൻ റഷ് കിട്ടുന്നുണ്ടോ? അതല്ലേ ആഫ്റ്റർ ഓൾ ഒരു ആരാധകന് വേണ്ടത്. അത് കൃത്യമായിട്ടും ഈ ബാഴ്സലോണയുടെ കളികൾ കാണുമ്പോൾ ബാഴ്സലോണയുടെ ആരാധകർ കിട്ടുന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു അഡ്രിനാലിൻ റഷ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ കോൺടെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 70 മിനിറ്റിൽ 2-0 ലീഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കിട്ടിയിരിക്കുന്ന സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ശക്തമായിട്ട് ടൈറ്റിൽ റേസിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിനാരിയോ ആയിരുന്നത്. മാത്രമല്ല അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ എന്താണ് ആ റയൽ മാഡ്രിഡിനെതിരെ ഏറ്റിട്ടുള്ള ഒരു പരാജയത്തിൽ നിന്ന് അതൊരു വല്ലാത്തൊരു പുറത്താകലായിരുന്നല്ലോ അവർ ചാമ്പ്യൻസ് ലീഗിൽ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഹീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതായിരിക്കും അവിടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. 70 മിനിറ്റ് ആയപ്പോൾ 2-0 ലീഡ്. പക്ഷേ അങ്ങനെ ആ ഹീല് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മുറിവിലേക്കാണ് രീതി ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. ഭയങ്കരമായിട്ട് ഓൾറെഡി ഭയങ്കര പെയിൻഫുള്ളാണ്. അതിങ്ങനെ ഹീൽ ചെയ്ത് വരുമ്പോൾ ഇമാതിരി പണി ചെയ്താൽ ഒബ്വിയസ്ലി അതിൻ്റെ വേദന കൂടും. അതുതന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം അവർ അനുഭവിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 7 ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത്. ഗെറ്റാഫയ്ക്കെതിരെ ആ ഒരു ലാലിഗ മത്സരത്തിൽ 1-0 ലീഡ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വിജയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? കൊറിയക്ക് റെഡ് കാർഡ് ഇടുന്നു, 2 ലേറ്റ് ഗോളുകൾ അവരങ്ങോട്ട് കൺസീഡ് ചെയ്യണം. അങ്ങനെ അങ്ങോട്ട് തോറ്റുപോവാണ് ഗെറ്റാഫയുടെ ഹോം ഗ്രൗണ്ടിൽ. അതൊരു വല്ലാത്തൊരു പ്രഹരമായിരുന്നു. അതിനുശേഷമാണ് റയൽ മാഡ്രിഡിനെതിരെയുള്ള ആ ഒരു പ്രഹരം, അൽവാരസിൻ്റെ ഡബിൾ ടച്ച് പെനാൽറ്റിയും കാര്യങ്ങളും, അങ്ങനെ വല്ലാത്ത രീതിയിൽ അവർ പുറത്താകുന്നു. അങ്ങനെ അതിനുശേഷം അവർ വീണ്ടും എങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് വരികയായിരുന്നു. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അവർ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ഡിഫെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡ് ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നൊരു യൂണിറ്റ് ആണെന്നുള്ളത്. അൽവാരസ് ലീഡ് നേടിക്കൊടുക്കുന്നു. ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ്
സബ്ബായിട്ട് വന്നിട്ടുള്ള സൊർലോത്ത് 70ാം മിനിറ്റിൽ 2-0 അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് ഹീൽ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാഴ്സലോണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം വെച്ചാൽ അവസാനമായിട്ട് ബാഴ്സലോണ ലാ ലീഗിൽ ഒരു മത്സരം പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൾ കോമ്പറ്റീഷനിൽ ഒരു മത്സരം പരാജയപ്പെടുന്നത് ഡിസംബർ 22-ാം തീയതിയാണ്, ക്രിസ്മസിന് മുമ്പായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഒളിമ്പിക് മോൺജൂയിക് സ്റ്റേഡിയത്തിൽ. നല്ല രീതിയിൽ ബാഴ്സലോണ കളിച്ചൊരു മത്സരമായിരുന്നു. ആദ്യം ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പെഡ്രിയാണ് ലീഡൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഡിപ്പോളിൻ്റെ ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈക്വലൈസർ നടന്നു. മത്സരത്തിൻ്റെ ലാസ്റ്റ് കിക്ക് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു സംഭവം എന്താണ്, സൊർലോത്ത് അവർക്കൊരു വിന്നിംഗ് ഗോൾ നേടിക്കൊടുക്കുകയാണ് ഒളിമ്പിക് മോൺജൂയിക് സ്റ്റേഡിയത്തിൽ. ഒരു സ്മാഷ് ആൻഡ് ഗ്രാബ്, അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നാണ് അവസാനമായിട്ട് ബാഴ്സലോണ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും അവർ പരാജയം നോക്കി നിൽക്കുകയായിരുന്നു, അതിങ്ങനെ കാണുമായിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല ഹാൻസി ഫ്ലിക്കിൻ്റെ പിള്ളേർക്ക്. അത് കൃത്യമായിട്ടും ഇനീഗോ മാർട്ടിനസിൻ്റെ ആ ഒരു എന്താ പറയുക എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നായിരുന്നു. പെഡ്രിയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നായിരുന്നു. ഒരു പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇനീഗോ മാർട്ടിനസ് ആ ഒരു അവസരത്തിൽ കാണിച്ചിട്ട് ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒബ്വിയസ്ലി എന്താണ് 2-0 പുറകിൽ നിൽക്കുകയാണ്, പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളത് ബാക്കിയുള്ളവരോട് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. തല താഴ്ത്തണ്ട, ആവശ്യമില്ല, നമ്മളെക്കൊണ്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇനീഗോ മാർട്ടിനസ് പിന്നീട് കാര്യങ്ങൾ തൻ്റെ കയ്യിലേക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു ലെവൻഡോസ്കിയുടെ ഗോളിൽ. അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇനീഗോ മാർട്ടിനസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവർ കൺസീഡ് ചെയ്ത ഗോളിൽ. മാത്രമല്ല ബാഴ്സലോണയുടെ ചില വൾണറബിലിറ്റി നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്താലേ, ലമീൻ യമാൽ എന്ന് പറയുന്ന 17-കാരനാണ് ആ ഒരു 3ാമത്തെ ഗോൾ ഇഞ്ചുറി ടൈമിൽ അടിക്കുന്നത്. അതായത് ആ ഒരു ഡെത്ത് പഞ്ച് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം അത് ശരിക്കും ഹേർട്ടായിട്ടുണ്ടാകും. ശരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ നെഞ്ച് തകർക്കുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് ചങ്ങായി അടിച്ചത്. അതും ഡിഫ്ലക്ഷൻ ഉണ്ട് അതിൽ. ആ ഹ്യൂജ് ഡിഫ്ലക്ഷനാണ് ഒബ്വിയസ്ലി അത് പിന്നെ വലയിലേക്ക് പോകാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റ് നടന്നു. അങ്ങനെ ഷർട്ട് ഊരി ചങ്ങായി സെലിബ്രേറ്റ് ചെയ്യാണ്. 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ എമ്മാതിരി ഗോളാണ് അടിച്ചിട്ടുള്ളത്, എമ്മാതിരി ഇമ്പോർട്ടൻസ് ഉള്ള ഗോളാണ് അടിച്ചിട്ടുള്ളത് അല്ലേ. ഇനി എന്താ പറയുക, ഹാൻസി ഫ്ലിക്കിൻ്റെ ടാക്ടിക്സ്, അത് അദ്ദേഹത്തിൻ്റെ ചേഞ്ചസ്, അദ്ദേഹത്തിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് ടോപ്പ് ക്ലാസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ ഈവൻ ബാഴ്സലോണ ആരാധകർക്കിടയിൽ മുറുമുറുപ്പുകൾ ഈ മത്സരത്തിനിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ വർക്കൗട്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, ഹാൻസി ഫ്ലിക്ക് പണി അറിയുന്ന നല്ലൊരു അസല് പണിക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്ലേയേഴ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അതൊന്നും നോക്കിയേ. അതായത് അദ്ദേഹം ഫെറാൻ ടോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫെറാനെ ലോഡിയടാ എന്ന് പറഞ്ഞിട്ട് ഷാർക്ക് എന്ന് വിളിപ്പുള്ള ചെങ്ങാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുവരെ ഈ ഷാർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹാൻസി ഫ്ലിക്ക് വരുന്നത് വരെ ഈ ദുബായ് അക്വേറിയത്തിലൊക്കെ കാണുന്ന ഷാർക്കാണ്. അങ്ങനത്തെ ഒരു സ്രാവാണ്, ഗത്യന്തരമില്ലാതെ വെറുതെ കിടന്ന് കറങ്ങുന്നൊരു ഷാർക്ക്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്ങനെയാണ് മഹാസമുദ്രത്തിലെ ഷാർക്കുകൾ ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് അവിടെയുള്ള വമ്പൻ സ്രാവുകൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടും ഫ്ലിക്ക് ചെങ്ങായിനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഈ സീസണിൽ ചെങ്ങായി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കണം. അതായത് മൊത്തം ഫെറാൻ ടോറസ് ഈ സീസണിൽ 13 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻസിൽ. മാത്രമല്ല എവറി 77 മിനിറ്റ്സ് അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. ഒരു പെർഫെക്റ്റ് ഇമ്പാക്റ്റ് സബ്ബാണ് ചെങ്ങായി എന്ന് മാത്രമല്ല ചെങ്ങായി 7 ഗോളുകൾ സബ്ബായിട്ട് വന്നിട്ട് അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ. അതിൽ തന്നെ 2 ബ്രേസുകൾ, ഒന്ന് ബൊറൂഷ്യ ഡോട്ട്മണ്ടിനെതിരെ, ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. അപ്പോൾ ആ രീതിയിൽ ഇമാതിരി പ്ലേസിൻ്റെ ഇടന്നും അവരുടെ ബെസ്റ്റ് എടുക്കാൻ, അവരെയൊക്കെ ഹാപ്പിയാക്കി നിർത്താൻ, അവരൊക്കെ ഒരു യൂണിറ്റായിട്ട് ഒരൊറ്റ എയിമിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ഈ ചെങ്ങായിക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനല്ല എന്നുള്ളത് തന്നെയല്ല അതിൻ്റെ അർത്ഥം. ആൾ ചില്ലറക്കാരനല്ല എന്നുള്ളത് ഓൾറെഡി അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ ഉണ്ടാകുമ്പോൾ തന്നെ തെളിയിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ജർമ്മനിയിലേറ്റ ആ ഒരു സെറ്റ് ബാക്ക് അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ജർമ്മനിയുടെ നാഷണൽ ടീമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു മാനേജർ സാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നത്. അവിടെ കാര്യങ്ങൾ വർക്കൗട്ടായില്ല. പക്ഷേ ആൾ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ലടോ. ആളിതാ കാറ്റലൻ ക്ലബ്ബായിട്ടുള്ള ബാഴ്സലോണയ്ക്ക് വരുന്നു, മറ്റൊരു വമ്പൻ ക്ലബ്ബിലേക്ക് വരുന്നു. എന്നിട്ട് താൻ ആരാണെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരു സൂപ്പർ കോപ്പ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനിയും ടൈറ്റിലുകൾ അടിക്കാനുള്ള സുവർണാവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. അവർ കോപ്പ ഡെൽ റേയിൽ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാ ലീഗയിൽ തലപ്പത്താണ് ഇരിക്കുന്നത്. ഒപ്പം ചാമ്പ്യൻസ് ലീഗിലും വളരെ ശക്തമായിട്ടുള്ള നിലയിലാണ് അവരിയ്ക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒന്നും അടിച്ചില്ലെങ്കിലും, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്നും അടിച്ചില്ലെങ്കിലും ഇവരധികം വൈകാതെ അടിക്കും. ആ ഒരു സംഭവം ഇപ്പോൾ
ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാൻസി ഫ്ലിക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും ബാഴ്സലോണ ആരാധകർക്ക് കൊടുക്കുന്ന പ്രതീക്ഷ മാത്രമല്ല, ഈവൻ ബാഴ്സലോണ ഇഷ്ടപ്പെടാത്ത ബാഴ്സലോണയുടെ റൈവൽസിനും ഒരു പേടി അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരിന്നല്ലെങ്കിൽ നാളെ അടിക്കും. അത് ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഒന്ന് ആലോചിക്കേ, കാര്യമായിട്ടുള്ള ബാക്കിംഗ് ഒന്നും ചെങ്ങായി കിട്ടിയില്ല. ഇനി ബാക്കിംഗ് കൂടി കിട്ടിയാൽ എന്തായി ചെങ്ങായി ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളത്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതാണ് ഷാർക്കിനെ കൊണ്ട് വീണ്ടും ഷാർക്കിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ ഹാൻസി ഫ്ലിക്ക് പഠിപ്പിക്കുകയാണ്. പിന്നെ ഈ ബാഴ്സലോണ സൈഡിൽ ഗോളുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ലാലിഗയിലെ ബെസ്റ്റ് ഡിഫൻസ് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡാണ്. എളുപ്പമല്ല അവരുടെ ലോ ബ്ലോക്കിനെതിരെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ. അവർക്കെതിരെ ഈ സീസണിൽ 3 മത്സരങ്ങളിൽ 9 ഗോളുകൾ ഈ ബാഴ്സലോണ സൈഡ് അടിച്ചിട്ടുണ്ട്. അതായത് കോപ്പ ഡെൽ റേയിൽ 4 ഗോൾ അടിക്കുന്നു. ഇപ്പോൾ ഈ മത്സരത്തിൽ 4 ഗോൾ അടിക്കുന്നു. അതും മെട്രോപൊളിറ്റാനിലാണ് 4 ഗോൾ അടിക്കുന്നത്. അത്ലറ്റിക് മാഡ്രിഡ് കോട്ടയിൽ. ഒളിമ്പിക് മോൺചോക്ക് സ്റ്റേഡിയത്തിൽ 1 ഗോളെ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അത്ലറ്റിക് മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ സ്റ്റിൽ 3 മത്സരങ്ങളിൽ 9 ഗോളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സീസണിലെ ബാഴ്സലോണയുടെ 44% മത്സരങ്ങളിലും അവർ 4 അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അൺബലീവബിൾ സ്റ്റാർട്ടാണ്. അതായത് ഗോളുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്, ചാൻസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം ഈ ബാഴ്സലോണ സൈഡിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. എന്നിട്ടും 132 ഗോളുകൾ ഓൾ കോമ്പറ്റീഷനിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ബാഴ്സലോണ സൈഡ്. ക്ലിനിക്കൽ കൂടി ആയാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല അവർ മൊത്തം ഈ സീസണിൽ 43 ഒഫീഷ്യൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 19 എണ്ണത്തിലും 4 അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇതിൽ തന്നെ അവർ ഇമാതിരി പ്രഹരം ഏൽപ്പിച്ചിട്ടുള്ള സൈഡുകളിൽ കുഞ്ഞൻ ടീമുകൾ മാത്രമല്ല വമ്പന്മാരുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അതായത് ബദ്ധവരികളായിട്ടുള്ള റയൽ മാഡ്രിഡിനെതിരെ ക്ലാസിക്കോയിൽ 2 തവണ 4 അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ബയേൺ മ്യൂണിക്കിനെതിരെ യൂറോപ്യൻ ജയൻസാണ്, അവർക്കെതിരെ 1 തവണ, അത്ലറ്റിക്കയ്ക്കെതിരെ 2 തവണ. അപ്പോൾ ഇതൊക്കെ അത്ര സുഖമുള്ള കാര്യമില്ല ബാഴ്സലോണയുടെ ഹേറ്റേഴ്സിനെ സംബന്ധിച്ചോളം, ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചോളം നല്ല സുഖമുള്ള സംഭവങ്ങളാണ് അല്ലേ. കൺസീഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കൺസീഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചാൻസുകൾ അവർ കൺസീഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഹൈ റിസ്ക് പരിപാടിയാണ്. ഹൈലൈൻ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് പരിപാടിയാണ്. പക്ഷെ എന്താണ്, അടിക്ക് തിരിച്ചടി, അതാണ് മോട്ടോ. മാത്രമല്ല ഔട്ട് സ്കോർ ചെയ്യുക എന്നതുമാണ് മോട്ടോ. ഗെയിം മാനേജ് ചെയ്യാൻ അവരിപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു വരുന്നുമുണ്ട്. ആ കാര്യത്തിൽ അവർ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഹാൻസി ഫ്ലിക്ക് അവരുടെ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അടിച്ചാൽ 2 ഞങ്ങൾ തിരിച്ചടിക്കും, 2 അടിച്ചാൽ 3, 5 അടിച്ചാൽ 6, ഈ രീതിയിലുള്ള പരിപാടിയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആ പെപ്പിൻ്റെ കീഴിൽ അവർ വല്ലാത്ത സീസണിൽ 190 ഗോളുകൾ ബാഴ്സലോണ അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ക്ലബ് റെക്കോർഡും റീസെൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ റെക്കോർഡും. പണ്ടെങ്ങാനോ സെൽറ്റിക്ക് 196 ഗോളുകൾ ഏതോ ഒരു സീസണിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ റെക്കോർഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ, വായിച്ചതായിട്ടുള്ളൊരു ഓർമ്മ. അപ്പോൾ എന്തായാലും പെപ്പിൻ്റെ ആ ടീമിൻ്റെ ഗോളുകളുടെ എണ്ണം ഇത്തവണ അവർക്ക് മറികടക്കാൻ സാധിക്കുമോ? അത് ഇത്തിരി ടഫായിട്ടുള്ള ടാസ്ക്കാണ്. ഇനി മാക്സിമം 18 മത്സരങ്ങളാണ് ഉണ്ടായിരിക്കുക. മാക്സിമം ആ 18 മത്സരങ്ങളിൽ പിന്നെ ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് 132 എന്നുള്ളത് 190 ആക്കാൻ സാധിക്കുമോ? കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. 3.06 ഗോൾസ് പെർ ഗെയിമാണ് ബാഴ്സലോണയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ. അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ്. ബാഴ്സലോണയുടെ പെപ്പിൻ്റെ കീഴിലുള്ള ആ ഒരു സീസണിൽ 73 ഗോളുകളാണ് നമ്മുടെ സാക്ഷാൽ ലിറ്റിൽ മാൻ ലിയോണൽ മെസ്സി അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫ്രണ്ട് ത്രീ, ഇപ്പോഴത്തെ ഫ്രണ്ട് ത്രീ 126 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞു ഓൾ കോമ്പറ്റീഷൻസിൽ. MSN ലൂയിസ് എൻറിക്കയുടെ കീഴിൽ, ലൂച്ചോയുടെ കീഴിൽ 174 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഫ്രണ്ട് ത്രീയുടെ റെക്കോർഡ് എന്നുള്ളതാണ് വായിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റെക്കോർഡ് ഇത്തവണ മറികടക്കാൻ സാധിക്കുമോ? 18 മത്സരങ്ങൾ ബാക്കിയുണ്ട്. റഫീനിയും ലമീനും ലെവൻഡോസ്കിയും ഒക്കെ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ലെവൻഡോസ്കി സംബന്ധിച്ചോളം ആ ഒരു ക്ലിനിക്കല്ലാത്തൊരു പ്രശ്നമുണ്ട്. 37 വയസ്സാകാൻ പോകുന്നൊരു ചങ്ങായിയാണ് ഈ വരുന്ന ഓഗസ്റ്റിൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഡിക്ലൈനാണ്. പക്ഷേ സ്റ്റിൽ ചങ്ങായി 35 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 35 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ ലെവൻഡോസ്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവൻഡോസ്കി ഒബ്വിയസ്ലി ഈ മോഡേൺ ഇറയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കില്ല. അപ്പോൾ ആ ക്ലാസ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിൽ അതിപ്പോൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. സ്റ്റിൽ 35 ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇപ്പോൾ ഫ്ലോസ് ഉണ്ട്, പക്ഷേ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇഷ്ടം പോലെ പോസിറ്റീവ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഹാൻസി ഫ്ലിക്കിന് എന്തായാലും ചെങ്ങനെ നല്ല വിശ്വാസമാണ്
ഇപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അമ്മാതിരി ഗോളുകൾ അടിച്ചിട്ട് മാത്രമല്ല വേറെ ആരും ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു ട്രസ്റ്റ് അത് ലെവൻഡോസ്കി ഇപ്പോൾ ഈ മത്സരത്തിലും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹം ചാൻസുകൾ മിസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെവൻഡോസ്കിയുടെ ഗുഡും ലെവൻഡോസ്കിയുടെ ബാഡും ഒരേ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറയേണ്ടതായിട്ട്. പിന്നെ റഫീനിയയെ സംബന്ധിച്ചോളം താരതമ്യേന ഒരു ഓഫ് ഗെയിം ആയിരുന്നത്. പക്ഷേ സ്റ്റിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല, ഗിവ് അപ്പ് ചെയ്യാൻ റെഡിയല്ല. അതാണ് റഫീനിയുടെയൊക്കെ പ്രത്യേകത. അതാണ് മാത്രമല്ല ഇപ്പം എത്ര 47 ഗോൾ കോൺട്രിബ്യൂഷൻസോ എന്താണിത്, അമ്മായിരം നമ്പേഴ്സാണ്. ലമീൻ യമാൽ എന്താണിത്. അതായത് ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 21 ഡ്യൂലുകൾ ചെന്നൈ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 11 അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 6 ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ സ്റ്റിൽ മത്സരത്തിൽ ആദ്യത്തെ ചാൻസ് വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലിലാണ് അല്ലേ. അതായത് പിന്നെ അവിടെ ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ് മികച്ചതായിരുന്നു. ബാഴ്സലോണ നല്ല രീതിയിലാണ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെല്ലെ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ 5ാമത്തെ മിനിറ്റുള്ള ആ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ കൗണ്ടർ പ്രസ് ചെയ്തൊരു ബോൾ വിൻ ചെയ്യുന്നു. ലമീൻ യമാൽ അത് ഓൾമോ കൊടുക്കുന്നു. ഓൾമോ അത് തിരിച്ച് ലമീൻ കൊടുക്കുമ്പോൾ ലമീൻ്റെ ടച്ച്, വാട്ട് എ ഗ്രേറ്റ് ടച്ച് മാൻ. എന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫിനിഷ് അവിടെ അതിൽ ആ ക്ലിനിക്കല്ലാത്തൊരു പ്രശ്നം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് പോസ്റ്റിൽ ഉരസി പോവുകയാണ്. അതൊരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ചൊക്കെ ക്ലാസ് ആയെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലമീൻ യമാൽ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും മത്സരത്തിലേക്ക് ബാഴ്സലോണ തിരിച്ചുകൊണ്ടുവരാനുള്ള സുവർണാവസരം അദ്ദേഹത്തിൻ്റെ കാലിൽ തന്നെയാണ് വന്നു വീണിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തവണ വൺസ് അഗെയിൻ അദ്ദേഹം ഓൾമോയുമായിട്ടൊരു 1-2 കളിക്കാനുള്ള ശ്രമം നടത്തിയാണ്. പക്ഷേ അത് ഓൾമോയുടെ കാലിലല്ല തട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കൊടുത്ത പാസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയർ തട്ടിയിട്ട് അത് റിയാക്ട് ചെയ്യുന്നത് ഒരു 1-2 കളിച്ച പോലെ തന്നെ റിയാക്ട് ചെയ്യുന്നത് ലമീനാണ്. ലമീൻ എന്നിട്ട് ബോക്സിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പക്ഷേ ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലമീൻ യമാൽ എന്ന് പറയുന്ന ഈ 17-കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവസാനമായിട്ട് ഒരു ലാലിഗ ഗോള് ഈ മത്സരത്തിന് മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് എൽ ക്ലാസിക്കോയിലാണ്, ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഗോൾ ലാലിഗയിൽ അടിക്കാൻ സാധിച്ചിരുന്നില്ല. നിരവധി പിന്നെ മൊമെൻറ്റ്സുകൾ അദ്ദേഹം ഇപ്പോൾ ഡ്രിബിളുകളായിട്ടും ചാൻസ് ക്രിയേഷൻസ് ആയിട്ടും അസിസ്റ്റുകളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോൾ അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ അദ്ദേഹം റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് എടുത്തിട്ട് ഒരു ഷോട്ട് അങ്ങോട്ട് അൺലീഷ് ചെയ്യാണ്. റെയ്നൽഡോയുടെ ദേഹത്ത് തട്ടിയിട്ട് അത് വലയിലേക്ക് പോയി. ഒബ്ലാക്കിനെ സംബന്ധിച്ചോളം അതിനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു ഡിഫ്ലക്ഷനാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ആ ഒരു ഷോട്ട് അവിടെ അദ്ദേഹം അൺലീഷ് ചെയ്യാണ്. ആ ഇഞ്ചുറി ടൈമിൽ അദ്ദേഹം അൺലീഷ് ചെയ്യാണ്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു, ഒടുവിൽ ഫലം കണ്ടു. അതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ചെങ്ങയുടെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. ഷർട്ട് ഊരി സെലിബ്രേറ്റ് ചെയ്ത് ആ രീതിയിൽ അദ്ദേഹം യെല്ലോ കാർഡ് വാങ്ങുന്നു. അകരെന്താണ് ആ രീതിയിൽ യെല്ലോ കാർഡ് വാങ്ങുന്നത് ആരാധകരെ ഒരു പ്രശ്നമേ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ബാഴ്സലോണ ആരാധകർ അത് എൻജോയ് ചെയ്യുന്നു, ഹാൻസി ഫ്ലിക്ക് അത് എൻജോയ് ചെയ്യുന്നു. മാത്രമല്ല ഇങ്ങനെ ഗോളടിച്ചതിന് ശേഷം എല്ലാവരും ബാഴ്സലോണ പ്ലേയേഴ്സും ബെഞ്ചിൽ നിന്നുള്ള പ്ലേയേഴ്സും എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ ഡഗൗട്ടിൽ ഹാൻസി ഫ്ലിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും എൻജോയ് ചെയ്യുമ്പോൾ ഗാവി നമുക്കറിയാം ബാഴ്സലോണ ത്രൂ ആൻഡ് ത്രൂ ആണ് അല്ലേ. ആ ചങ്ങായി നേരെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഹാൻസി ഫ്ലിക്കിൻ്റെ കൂടെയാണ്. ഹാൻസി ഫ്ലിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ ടീമിൻ്റെ യൂണിറ്റി, ഈ ടീമിലെ ആ ഒരു ഒത്തൊരുമ ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. കാരണം ഹാൻസി ഫ്ലിക്ക് അത്തരത്തിലുള്ളൊരു ബിലീഫാണ് ഈ ടീമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ മൊത്തത്തിലുള്ള പ്ലേയേഴ്സിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തലകുനിച്ചില്ല അവർ, 2 വയസ്സിന് പുറകിൽ പോയപ്പോഴും തലകുനിച്ചില്ല. അവർ മെൻറ്റാലിറ്റി കാഴ്ചവെക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അവരെ കൊണ്ട് പറ്റി, അതാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ലമീൻ യമാലിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണാണ്. സെൻസേഷണൽ ഫുട്ബോളറാണ്. അവിടെ അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്ത് വരുമ്പോൾ അവിടെ കോണ ഗാലഗറിനെയാണ് മറികടന്നുണ്ടായിരുന്നത്. അപ്പോൾ കോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അവിടെ ലമീനെ തടയാൻ കോണ ഗാലഗറിന് സാധിച്ചില്ല. 13 ഗോളുകളും 17 അസിസ്റ്റുകളും ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 30 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഒരു 17-കാരിൽ നിന്ന് നിങ്ങൾ വേറെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒബ്വിയസ്ലി എക്സ്പെക്റ്റേഷൻ വല്ലാത്ത രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷേ വാട്ട് ഹീസ് ഡൂയിങ്, ഒരു 17-കാരൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നോർമലായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. ഈസ് നോട്ട് നോർമൽ, ഈസ് സിംപ്ലി നോട്ട് നോർമൽ. ഒരു 17-കാരൻ ഇപ്പോൾ ബാഴ്സലോണ എന്ന് പറയുന്ന ആ ഒരു ക്ലബിൻ്റെ ഷർട്ട് തിരിച്ചുകൊണ്ട് അത്രയും പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒട്ടും നോർമലല്ല. അണ്ടർ മാസീവ് സ്ക്രൂട്ടിനിയിലാണ് ഈ ചങ്ങായിമാരൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നതല്ലേ, ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ വളരെ വലുതാണ്. അപ്പോൾ
ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും നോർമലല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആൾ ഈ സീസണിൽ ബിഗ് മത്സരങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആളില്ലാത്ത ആ ഒരു മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ഒളിമ്പിക് മോൺജുയിക് സ്റ്റേഡിയത്തിൽ ഒരു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പാർക്ക് അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയേഷനൊക്കെ ആ മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ലമീൻ്റെ ആ ഒരു സ്പാർക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം സൂപ്പർ കോപ്പയുടെ സെമി ഫൈനലും ഫൈനലും ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ക്ലാസിക്കുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ, ബിഗ് മത്സരങ്ങളിൽ ബൊറൂഷ്യ ഡോട്ട്മുണ്ടിനെതിരെ, അതുപോലെ തന്നെ ബെൻഫീക്കയ്ക്കെതിരെ, ബയണിനെതിരെ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ അടിക്കുന്നു, ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിലൊക്കെ ഉപരി എന്താണ്, അദ്ദേഹം ഡിഫൻഡർമാരെ ബാംബൂസിൽ ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം എഡങ്ങിയറാണ് ലമീനെ കാണുന്നത്. ഒപ്പോസിഷൻ ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലമീനെ ഡിഫെൻഡ് ചെയ്യൽ എളുപ്പമല്ല. ആ രീതിയിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ എക്സ് ഫാക്ടർ അടങ്ങുന്നൊരു ഫുട്ബോളറാണ്. 17കാരനായിട്ടുള്ള ലാമാസിയുടെ പുതിയ താരം. എന്തായാലേ ബാഴ്സലോണ ഇങ്ങനെ താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് മുന്നേറിക്കൊണ്ടേയിരിക്കും. അത് ലാമാസി ഉള്ളിടത്തോളം കാലം അവർക്ക് ഒരു പേടിയും പേടിക്കണ്ട. ശരിയാണ്, അവർ പലപ്പോഴായിട്ട് പല താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഇവിടെ ഫെയിലർ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് ലാമാസിയ എന്ന് പറയുന്ന ഒരു ജെമ്മുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഫെയിലിയർ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാച്ചപ്പായിട്ട് പോയിക്കോളും. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അല്ലേ. ഇനി നമ്മൾ മത്സരത്തിൻ്റെ സംഭവവികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പറഞ്ഞ പോലെ ഹീൽ ചെയ്യാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ബാഴ്സലോണ നല്ല രീതിയിൽ കളിക്കുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഒരു 120 മിനിറ്റ് ഗ്രൂലിംഗ് ഫുട്ബോൾ റയൽ മാഡ്രിഡിനെതിരെ കളിച്ചതിൻ്റെ ആ ഒരു ഫറ്റീഗൊന്നും തുടക്കത്തിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല എനർജി കൂടിയിട്ട് തന്നെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചോളം ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടറിൽ ബാഴ്സലോണയുടെ ഈ ഒരു ഹൈ ലൈനെ ബ്രീച്ച് ചെയ്യുക എന്നൊരു തന്ത്രം തന്നെയായിരുന്നു. പലപ്പോഴും ആ ഒരു 4 അറ്റ് ദ ബാക്ക് എന്നുള്ളത് 5 അറ്റ് ദ ബാക്കൊക്കെ ആകുന്ന സിനാരിയൊക്കെ നമുക്ക് സിമോയുടെ ടീമിൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അത് നോർമലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്താണ്, ആ ഒരു സെൻട്രൽ ഏരിയ അങ്ങോട്ട് പാക്ക് ചെയ്തു. ബാരിയോസ് ആണെങ്കിലും ഡിപോൾ ആണെങ്കിലും നല്ല രീതിയിൽ ഈവൻ പെഡ്രിയെ സ്റ്റൈഫിൾ ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെഡ്രി സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂഷ്വൽ സെൽഫിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കളിക്കാൻ ഈ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ല രീതിയിൽ ഫിസിക്കലാകാനും സ്റ്റൈഫിൾ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഫ്രങ്കിയുടെ ആ ഒരു ആബ്സൻസ് പെഡ്രിയെയും മൊത്തത്തിൽ ബാഴ്സലോണയും ഈ ഒരു മത്സരത്തിൽ പിന്നെ അലട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഫ്രങ്കിയുടെ ആ ഒരു ബോൾ ക്യാരിയിങ് ഈ മത്സരത്തിൽ ഗുണം ചെയ്തേനെ. കസേഡോ നല്ല രീതിയിൽ പിന്നെ ആ ഒരു ഫിസിക്കലി ഇമ്പോസ് ചെയ്തിട്ട് ടാക്കിളുകളും ഇൻ്റർസെപ്ഷനൊക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ എന്താണ്, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഫ്രങ്കി പെഡ്രി ആ ഒരു കോമ്പിനേഷൻ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആ മിഡ്ഫീൽഡ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സ്ലോ ആയിട്ടാണ് ബാഴ്സലോണ കാര്യങ്ങൾ പൊസഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. പൊസഷൻ സറണ്ടർ ചെയ്യാൻ ഒരു പ്രശ്നമില്ലാത്തൊരു സൈഡാണ് അത്ലറ്റിക്കോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ ബസ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, ട്രെയിൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്, എന്ത് വർക്ക് ചെയ്യാനും അവർക്കൊരു മടിയില്ല എന്ന് നമുക്കറിയുന്നതാണ്. അത് എത്ര നേരം വേണമെങ്കിലും പാർക്ക് ചെയ്തോളും, ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല പിന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന സിനാരിയിൽ അവർ കൗണ്ടർ ചെയ്യും, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹൂലിയൻ അൽവാരസിനൊക്കെ പനിയായിരുന്നാണ് ഡിയേഗോ സിമോണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കളിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഗോൾ അടിച്ചു. അമ്മാതിരി ഒരു പ്ലെയറാണ്, അത്തരത്തിലൊരു മെൻറ്റാലിറ്റി പൊസസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ജൂലിയാനോ സിമിയോണി. ആ ഒരു റൈറ്റ് സൈഡിൽ താലങ്ങും വിലങ്ങും ഓടി നമുക്ക് കാണാൻ സാധിച്ചു. ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ജൂൾസ് കൊണ്ടൊക്കെ ഒരു ത്രെട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൊരു യാഥാർത്ഥ്യമായുള്ള സംഭവമാണ്. അതേപോലെ തന്നെ അപ്പുറത്താണെങ്കിലും സാമുൽ ലീനോയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഫൻസിൽ റെയ്നിൽഡോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലമീൻ യമാലിൻ്റെ ത്രട്ടൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അങ്ങനെ ഈ 4 അറ്റ് ദ ബാക്ക് എന്നുള്ളത് 5 അറ്റ് ദ ബാക്കായിട്ട് മാറും. സെൻട്രൽ പ്രോഗ്രഷൻ തടയുന്നു. വൈഡ് ഏരിയകളിൽ റഫീനിക്കൊന്നും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ലമീൻ യമാൽ ശ്രമിക്കുന്നുണ്ട്, തുടക്കം മുതലേ ശ്രമിക്കുന്നുണ്ട്. പെഡ്രി സ്റ്റൈഫിൾ ചെയ്യപ്പെട്ടെങ്കിലും ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പൊസഷൻ പലപ്പോഴായിട്ട് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ലെവൻഡോസ്കി കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഹാഫിലെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലെവൻഡോസ്കിയുടെ കാലുമിലേക്കാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത്. പെഡ്രിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെഡ്രിക്ക് അങ്ങനെ ഒരു മൊമെൻറ്റ് മതി. അപ്പോൾ അത് ഒന്ന് ഓപ്പൺ അപ്പ് ആയപ്പോൾ പെഡ്രി ബോൾ ക്യാരി ചെയ്തിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ലെവൻഡോസ്കി എപ്പിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പാസ്സാണ് അവിടെ. പക്ഷേ ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ടച്ച് അവിടെ അത്ര നല്ലതായിരുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആംഗിളിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഷോട്ട് അൺലീഷ് ചെയ്തു. അത് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ അത് എന്താണ്, ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നു. ബാറിൽ തട്ടി കഴിഞ്ഞാൽ ഓഫ് ദ ടാർഗറ്റ് എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ അതൊരു നല്ലൊരു സുവർണ അവസരമായിരുന്നു ലെവയെ സംബന്ധിച്ചോളം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിച്ചിട്ട് ബാഴ്സലോണയ്ക്ക് ഒരു ലീഡ് നേടിക്കൊടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് ആ ലമീൻ യമാലിൻ്റെ തുടക്കത്തിലുള്ള ചാൻസിന് ശേഷമുള്ള അവരുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് മുതലെടുക്കാൻ സാധിക്കില്ല. തൊട്ടപ്പുറത്ത്
മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ ലീഡെടുക്കുകയാണ് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ്. അത് എങ്ങനെയാണ് സംഭവിച്ചാൽ സിമ്പിൾ എഫക്റ്റീവ് ഫുട്ബോളാണ്. ലോങ് ബോൾ വരുന്നത് ഈ റെയ്നിൽഡോ ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് ചാടിയിട്ട് അവിടെ ഏരിയൽ ഡ്യൂല് വിൻ ചെയ്യാണ്. കൂണ്ടൊക്കെ അവിടെ ഏരിയൽ ഡ്യൂല് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ചെന്ന് വീഴുന്നത് ഗ്രീസ്മാൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവിടെ എന്താണ് കൂണ്ട് വെക്കേറ്റ് ചെയ്തുള്ള ഒരു സ്പേസ് ഉണ്ട്. ഗ്രീസ്മാൻ എന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലൂടെ റൺ ചെയ്ത് വരുന്ന ജൂലിയാനോ സിമിയോണിനെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒപ്പം അൽവാരസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 3 പേര് വെച്ചിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുന്നത്. ബാഴ്സലോണ ബാക്ക് ട്രാക്ക് ചെയ്യണം അവിടെ ആ ഒരു സിനാരിയോയിൽ. അപ്പോൾ ഇവിടെയുള്ള ഗ്രീസ്മാൻ്റെ ആ ഒരു ക്രോസ്, അത് ഫാൻറ്റാസ്റ്റിക് ക്രോസാണ്, ബ്യൂട്ടിഫുൾ ക്രോസ് ജൂലിയാനോ സിമിയോണിക്ക് കൊടുക്കുന്നു. ജൂലിയാനോ സിമിയോണിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഷോട്ട് അൺലീഷ് ചെയ്യാമായിരുന്നു. പകരം അദ്ദേഹം അവിടെ ബെറ്റർ ഓപ്ഷൻ ഹൂലിയൻ അൽവാരസിന് കൊടുക്കുകയാണെന്നുള്ളത് കണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് മനോഹരമായിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. അൽവാരസിന് പിന്നെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിലൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം അത് ഗോളാക്കി മാറ്റി നമുക്ക് എല്ലാവരും പറയുന്നതാണ്. ഫാൻറ്റാസ്റ്റിക് ഗോൾ അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിക്കുകയാണ്. സിമ്പിൾ എഫക്റ്റീവ് ഫുട്ബോൾ, ലോങ് ബോൾ, ക്രോസ്, ഫിനിഷ്. അൽവാരസ് ക്ലിനിക്കലാകുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് ബോക്സിലേക്ക്, കൂണ്ടയുടെ ക്രോസ്, ലെവൻഡോസ്കിയുടെ ഹെഡർ, അത് നേരെ ഒബ്ലാക്കിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബാഴ്സലോണയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ളൊരു ശ്രമം, നല്ലൊരു ത്രൂ ബോൾ അൽവാരസ് സിമിയോണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഷെസ്നി കയറി വന്നിട്ട് അത് ഷോട്ട് തടഞ്ഞു. പക്ഷേ അവിടെ സിമിയോണി ഓഫ് സൈഡ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം. അവിടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ 2 സൈഡിലും 4 അറ്റംപ്റ്റുകൾ വീതം മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ടാർഗറ്റുകളിലേക്ക് 2 ടീമുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള മത്സരമായിരുന്നു. പൊസിഷൻ ഒബ്വിയസ്ലി ബാഴ്സലോണയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലമീൻ്റെ ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലമീൻ്റെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു, ലെവ ഹെഡ് ചെയ്യുന്നു. പക്ഷേ അത് ഡിഫിക്കൽട്ട് ഹെഡറാണ്. അദ്ദേഹം സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടുള്ള സിനാരിയാണ് ആ ഒരു ഹെഡർ അദ്ദേഹം അടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് മുകളിലൂടെ പോയി, ബാറിന് മുകളിലൂടെ പോയി. പിന്നെ എങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് 70ാമത്തെ മിനിറ്റിൽ ലീഡ് ഉയർത്തുന്നത്? അതിൽ ബാഴ്സലോണയുടെ അടുത്താണ് പൊസഷൻ ഉള്ളത്. അങ്ങനെ ബാഴ്സലോണ അറ്റാക്ക് ചെയ്യുകയാണ്, ഈക്വലൈസർ വേണ്ടി ശ്രമം നടത്താണ്. പെഡ്രി ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഡിപ്പോളിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട്, കൃത്യമായിട്ട് കയ്യിൽ തട്ടുന്നത്. ഹാൻഡ് ബോളാണ്. റഫറി അത് കണ്ടില്ല, ആളത് ഹാൻഡ് ബോൾ വിളിച്ചില്ല. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയറിലേക്ക് എത്തുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് അത് ക്ലിയർ ചെയ്യുന്നത് നേരെ ബാഴ്സലോണ പ്ലെയറിലേക്കാണ് ചെന്ന് വീണ്ടായിരുന്നത്. ബാഴ്സലോണ പ്ലെയർ അത് എരിക് ഗാർസിയയ്ക്ക് കൊടുക്കുന്നു. എരിക് ഗാർസിയയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എരിക് ഗാർസിയയിലേക്ക് പൊസഷൻ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഗ്രീസ്മൻ എരിക് ഗാർസിയയുടെ ഒന്നും ബോൾ വിൻ ചെയ്യണം. റെയ്നിൽഡോ ഗ്രീസ്മൻ അപ്പോഴേക്കും ആ ലെഫ്റ്റിലേക്ക് റൺ നടത്തുന്നു. റെയ്നിൽഡോ ഗ്രീസ്മനെ പിക്ക് ചെയ്യാണ്. പക്ഷേ അവിടെ എന്താണ് ബാഴ്സലോണ നല്ല രീതിയിൽ ഗ്രീസ്മനെ മുമ്പോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും നടത്തുന്നു. ഗ്രീസ്മൻ പുറകിലേക്ക് പോവുകയാണ്. അവിടെ എന്താ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രീസ്മൻ കോണർ ഗാലഗറിന് കൊടുക്കുന്നു. കോണർ ഗാലഗർ അത് ഗ്രീസ്മന് തന്നെ കൊടുത്തിട്ട് അവിടെ ഗ്രീസ്മൻ എവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് റൺ നടത്തുകയാണ്. അപ്പോഴേക്കും ഈ ബാഴ്സലോണ പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് ഹൈലൈനെ കീപ്പ് ചെയ്യല്ലേ. അപ്പോൾ അവർ ഈ ബോൾ വാച്ചിങ് ആണ് ഒരു സിനാരിയിൽ. അങ്ങനെ മുമ്പോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് പിന്നെ ഒരു ലോഫ്റ്റഡ് ബോൾ ഈ ഡിഫൻസിന് പുറകിലൂടെ കൊടുക്കുന്നു. കോണർ ഗാലഗറിന് മനോഹരമായിട്ട് റൺ നടത്തുന്നു. ഇനീഗോ മാർട്ടിനസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ ഇത്തിരി പാളിപ്പോയി. അദ്ദേഹം അവിടെ കോണർ ഗാലഗറിനെ ഓൺ സൈഡാക്കി നിർത്തി. അങ്ങനെ അപ്പോഴേക്കും സൊർലോത്ത് വന്നിട്ടുണ്ട്, ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്, സബ്ബുകൾ നടത്തിയിട്ടുണ്ട് 2 സൈഡും. അതിലേക്ക് ഞാൻ വരാം. കോണർ ഗാലഗർ കട്ട് ബാക്ക് കൊടുക്കുന്നു, നല്ല കട്ട് ബാക്ക്. സൊർലോത്ത് അത് ഫിനിഷ് ചെയ്യുന്നു. അവിടെ ഇനീഗോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സൊർലോത്തിനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ബോക്സിൽ. അവിടെ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു എറർ ഇൻ ജഡ്ജ്മെൻറ്റാണ്. സൊർലോത്ത് അവിടെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബാഴ്സലോണ സൈഡിലുള്ള ഒരു പ്രശ്നം, അതായത് ലാക്ക് ഓഫ് അത്ലറ്റിസം ഉണ്ട് ഈ ഒരു ഡിഫൻസിൽ, മിഡ്ഫീൽഡിൽ. ഇത് രണ്ടും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റിക്കവറി റണ്ണുകൾ അത്ര മികച്ചതല്ല എന്നുള്ള കാര്യം ഓർക്കണം. സൊർലോത്തൊന്നും അത്ര പേസി ആയിട്ടുള്ളൊരു ഒരു പ്ലെയർ അല്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഈ ടീമിലുള്ള ഒരു വീക്ക്നെസ് അതാണ്. അവരുടെ പ്രസ്സിങ് അത്ര മികച്ചതായിരുന്നില്ല അവിടെ. അപ്പോൾ ഈ പ്രസ്സിങ്, പ്രത്യേകിച്ച് കൗണ്ടർ പ്രസ്സിങ് മികച്ചതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ, ലോഫ്റ്റഡ് ബോളുകൾ ഡിഫൻസിന് മുകളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറകിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പലപ്പോഴായിട്ട് ഈ സീസണിൽ ബ്രീച്ച് ചെയ്യപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈലൈൻ വർക്കാണെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് കൗണ്ടർ പ്രസ് വർക്കാകണം, അല്ലെങ്കിൽ പണി കിട്ടും. മാത്രമല്ല ഈ ആ ഒരു അത്ലറ്റിസത്തിൻ്റെ ലാക്കിങ് നമുക്ക് അവിടെ കൃത്യമായിട്ടും ഡിഫൻഡേഴ്സിൽ കാണാൻ പറ്റുന്നതായിരുന്നു. കുബാർസി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ഓൺ ദ ബോൾ, ഫാന്റാസ്റ്റിക് ഗെയിം ആയിരുന്നു. പിന്നെ ഗോളിന് ശേഷം ബാഴ്സലോണയെ സംബന്ധിച്ചോളം നല്ലൊരു ഗെയിം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം, അല്ലേ? അതിനുശേഷം ഇവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. ഇനിയിക്കോ മാർട്ടിനസ് അതിന് ഗെയിം റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അവിടെ ഒരു ഇത്തിരി ലഥാർജിക്കായിട്ടാണ് ബാഴ്സലോണ ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ആ ഒരു കോൺസെൻട്രേഷൻ്റെ ലാക്കിങ് നമ്മൾ കണ്ടു, അത്ലറ്റിസിൻ്റെ കുറവ് നമ്മൾ കണ്ടു. അങ്ങനെ സൊർലോത്ത് ഗോളടിക്കുകയാണ് ബാഴ്സലോണയ്ക്കെതിരെ വീണ്ടും. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ബാഴ്സലോണയുടെ ആരാധകരും എന്താ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഹാൻസി ഫ്ലിക്ക് ഈ ഗോൾ വരുന്നതിന് മുമ്പാണ് ഫെറാൻ ടോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെറാൻ ടോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഓൾമോക്ക് പകരമാണ്. എന്തിനാ ലെവയെ നിർത്തിയത് എന്നുള്ളത് പലപ്പോഴും ആ ഒരു സിനാരിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടാവും. മനസ്സിലൂടെങ്കിലും
പോയിട്ടുണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കില്ല. കാരണം ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു മത്സരമേ ആയിരുന്നില്ല. കിട്ടിയ ചാൻസ് പോലും അടിക്കാനും പറ്റുന്നില്ല, ആൾക്കാരും വേണ്ടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഫെറാനെ ലെഫ്റ്റിലേക്ക് നീക്കുന്നു, റഫീനെ റൈറ്റിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10 ആയിട്ടാണ് കളിപ്പിക്കുന്നത്, പക്ഷേ ആളൊരു റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് നീങ്ങിയിട്ട് ലമീൻ യമാലിൻ്റെ കൂടെ കളിക്കുന്നത് മാത്രമല്ല അവിടെ ഡിഫെൻസീവ്ലി സപ്പോർട്ട് കൂടി കൊടുക്കാനാണ് അത്തരത്തിലൊരു ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കൂണ്ടി ആണെങ്കിലും ലമീൻ ആണെങ്കിലും കുറച്ച് ഇടങ്ങറാവുന്നുണ്ടായിരുന്നു ആ ഒരു സൈഡിലൂടെ ഡിഫെൻഡ് ചെയ്യാൻ. അപ്പോൾ റഫീനി ഒബ്വിയസ്ലി നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അറിയുന്നതാണ്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം തന്നെയാണ് ഈ ഗോൾ ഷൊർലോത്ത് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ചേഞ്ച് വർക്കാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല പലപ്പോഴായിട്ട് പല ക്ലീഷേ ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ടീം വൾണറബിൾ ആകുക ഒരു ഗോൾ അടിച്ചതിന് ശേഷമാണെന്നുള്ള കാര്യം ഓർക്കണം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അത്ലറ്റിക് മാഡ്രിഡ് അവിടെ വൾണറബിളായി. അവരുടെ കോൺസെൻട്രേഷനിൽ ഇതിൽ പ്രശ്നം സംഭവിച്ചു. അവിടെ നിന്ന് 25 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവർ ഗോൾ കൺസീഡ് ചെയ്യുകയാണ്. അതായത് ഒഫീഷ്യലായിട്ട് ഗോൾ സ്റ്റാൻഡ് ചെയ്തിട്ട് 25 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടത് ഹാൻഡ് ബോൾ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെഡ്രിയുടെ ക്രോസ് ഡിപ്പോളുടെ കയ്യിൽ തട്ടിയപ്പോൾ ഹാൻഡാണ്, അത് റെഫറി കണ്ടില്ല. പിന്നെ ആ ബോള് ബാഴ്സലോണയുടെ കയ്യിലേക്ക് വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു അടുത്ത സീക്വൻസായി മാറി. ബാഴ്സലോണയുടെ കയ്യിൽ നിന്നാണ് പിന്നീട് അത് ഗ്രീസ്മാൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് VR ആ രീതിയിൽ പുറകിലേക്ക് പോയിട്ട് പിന്നെ അത് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാഴ്സലോണയുടെ അടുത്ത് പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ അടുത്ത് പൊസിഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി അത് ഹാൻഡ് ബോൾ കൊടുത്തേനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള സംഭവം. അവിടെ ബ്ലേറ്റൻറ്റ് ഹാൻഡ് ബോൾ ഉണ്ട്. ആ ഹാൻഡ് ബോൾ റെഫറി ആ സിനാരിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് VR ഇടപെട്ടില്ല പറഞ്ഞാൽ ഇതാണ് സംഭവം. അത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 25 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ബാഴ്സലോണ ഒരു ഗോൾ മടക്കാണ്. ഇനിഗോ മാർട്ടിനസ് അവിടെ, ഞാൻ പറഞ്ഞല്ലോ, ഇനിഗോ മാർട്ടിനസിൻ്റെ ഒരു മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ്സാണ്. അദ്ദേഹം തലതാഴ്ത്താൻ തയ്യാറായിരുന്നില്ല. എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ്. അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ഗ്രീസ്മാൻ ശ്രമിക്കുന്നു, മറികടന്നു പോകുന്നു. ഡിപ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, മനോഹരമായിട്ട് അദ്ദേഹത്തെയും മറികടന്നു പോവുകയാണ്. പിന്നെ ഇനിഗോ മാർട്ടിനസ് സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് എവിടേക്കാണ് പാസ് കൊടുക്കേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിനൊരു കൃത്യമായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുകയാണ്. എഡ്ജ് ഓഫ് ദ ബോക്സിൽ ആ ബോൾ ചെസ്റ്റിൽ റിസീവ് ചെയ്തിട്ട് ലെവൻഡോസ്കി പുൾ ഓഫ് ചെയ്തിട്ടുള്ള ഫിനിഷ് ഉണ്ടല്ലോ, അത് വേൾഡ് ക്ലാസ് സാധനമാണ്. വേൾഡ് ക്ലാസ് സാധനം. അപ്പോൾ ബ്ലാക്കിന് ചാടി നോക്കിയിട്ട് പോലും ഒരു രക്ഷയില്ലാത്തൊരു സാധനം. അപ്പോൾ ആ രീതിയിൽ ഇമാതിരി ക്ലാസ് ആ ചെങ്ങയുടെ ഉള്ളിലുണ്ടേ, ആ കാലുമുണ്ടേ, ആ ചെസ്റ്റുമലുണ്ടേ, അത് ലെവൻഡോസ്കിയാണ്. അപ്പോൾ അവിടെ അതിനത് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് പ്രായത്തിൻ്റെ പ്രശ്നമാണ്. എന്തായാലും അവിടെ ആ ഒരു ഫാന്റാസ്റ്റിക് ഗോൾ, ഇനിഗോ മാർട്ടിനസിൻ്റെ ആ ഒരു ക്രോസ് കൊടുക്കാനുള്ള ഡിസിഷൻ വാസ് ഫാന്റാസ്റ്റിക്. പിന്നെ അവിടെ നിന്ന് 5 മിനിറ്റും 25 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് ബാഴ്സലോണ ക്ലോസർ അടിക്കുന്നത്. മത്സരത്തിന് ശേഷം അത്ലറ്റിക് മാഡ്രിഡ് പ്ലേയേഴ്സൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ഗോൾ വന്നതിന് ശേഷം പിന്നെ ഒബ്വിയസ്ലി ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്, ആ ഒരു ഈക്വലൈസർ വരുന്നുള്ളത്. ആ ഫിയർ ഫാക്ടർ അവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ അഗെയിൻ ഇനിഗോ മാർട്ടിനസിൻ്റെ ഫാന്റാസ്റ്റിക് ഡയഗണൽ നമ്മൾ കാണണം. ആ ഡയഗണൽ ആർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? കുണ്ടയിലേക്ക്. നല്ല ടച്ചും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ അത്ലറ്റിക് മാഡ്രിഡ് ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണം, ബോക്സ് ഇഷ്ടംപോലെ പ്ലേയേഴ്സിന് ഡിഫെൻഡ് ചെയ്യാനൊക്കെ. അത് എന്നിട്ട് റഫീനെ കൊടുക്കുകയാണ്. റഫീന റൈറ്റ് ഹാഫ് സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആരും അത്ലറ്റിക് മാഡ്രിഡ് പ്ലേയേഴ്സ്. അദ്ദേഹം ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുമ്പോൾ ഫെറാൻ ടോറസ് സെൻറ്ററിലാണ്. ഫെറാൻ ടോറസ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു. ലെവൻഡോസ്കി ലെനോർമാനുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഫെറാൻ ടോറസിനെ ആരും മാർക്ക് ചെയ്തില്ല. ലെവൻഡോസ്കി ലെനോർമാനെ കൊണ്ടുപോയി ആ ഫാർ പോസ്റ്റിലേക്ക് പോയതാണ് അദ്ദേഹം. ലെനോർമാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. പക്ഷേ ഈ ഫെറാൻ ടോറസിൻ്റെ മൂവ്മെൻറ്റ് ഇത് ഔട്ട് ഓഫ് സിൽവർ സൈഡിലുള്ള സംഭവമാണ് അത്ലറ്റിക്കോ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫെറാൻ ടോറസ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. ഗ്രേറ്റ് മൂവ്മെൻറ്റ്, നല്ല ഡെലിവറി. ലെവ അവിടെ ലെനോർമാനെ കൊണ്ടുപോയി, ഒപ്പം ഹാൻഡിലേക്ക് വരുത്തിയൊരു ചേഞ്ച്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ബാഴ്സലോണ മത്സരത്തിൽ തിരിച്ചു വരുന്ന ഈക്വലൈസർ അടിക്കുന്നു. 2-2 ആകുന്നു. ഇതിനിടയിൽ ലമീൻ യമാലിൻ്റെ മറ്റൊരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നേരെ ബ്ലാക്കിൻ്റെ കയ്യിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ എറിക് ഗാർസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഫെറാൻ ടോറസിൻ്റെ കൂടെ തന്നെയാണ്. ഫെറാൻ ടോറസ് ഓൾമക്ക് പകരം വന്നു, എറിക് ഗാർസിയ കാസോഡോക്ക് പകരം മിഡ്ഫീൽഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അത്ലറ്റിക് മാഡ്രിഡ് ഗോൾ അടിച്ചതിൽ എറിക് ഗാർസിയാണ് പൊസിഷൻ നഷ്ടപ്പെടുത്തിയെന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു 2-2. അപ്പോൾ ഈ സമയത്ത് ഒരു ഡ്രോ പോലും ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഓക്കെ റിസൾട്ടാണ്. അത്ലറ്റിക്കയെ സംബന്ധിച്ചോളം 2 ഗോളിൻ്റെ ലീഡ് എടുത്തിട്ട് ഡ്രോയിൽ അവസാനിക്കുക പറഞ്ഞാൽ അവർക്ക് നല്ല വേദന ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. സൊർലോത്തിനൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ 89ാമത്തെ മിനിറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ലെവൻഡോസ്കി ബാഴ്സലോണയുടെ ഏരിയയിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ അപ്പോഴേക്കും റോഡ്രിഗോ റിക്കൽമീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. അദ്ദേഹമൊക്കെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് സൊർലോത്തിലേക്ക് എത്തിയപ്പോൾ സൊർലോത്തിൻ്റെ അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ബോക്സിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ്, പക്ഷേ അദ്ദേഹം വീണുപോയി. അങ്ങനെ ആ മൊമെൻറ്റ് എഴുതു. പിന്നീട് ഇഞ്ചുറി ടൈം 6 മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈമിൽ 2ാമത്തെ മിനിറ്റിലാണ് ലമീൻ യമാൽ ഗോൾ അടിക്കുന്നത്. അവിടെ നിന്ന് അതിനുശേഷവും ബാഴ്സലോണ നിർത്തുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രസ്സിംഗ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. റഫീനിയുടെ മെൻറ്റാലിറ്റി അതൊരു വല്ലാത്തൊരു മെൻറ്റാലിറ്റി തന്നെയാണ്. അങ്ങനെ അത്ലറ്റിക് മാഡ്രിഡ് ഈക്വലൈസർ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് അവരുടെ ഏരിയയിൽ നിന്ന് ബോൾ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അവിടെ നമ്മുടെ ചെങ്ങായി
റഫീഞ്ഞ പ്രസ് ചെയ്യണം ആരനെ ബാരിയോസ് അതുവരെ നല്ല രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ബാരിയോസിനെ പ്രസ് ചെയ്യുന്നു, ബോൾ വിൻ ചെയ്യുന്നു, ഫെറാൻ ടോറസ് ഫിനിഷ് ചെയ്യുന്നു. ഗ്രേറ്റ് ഫിനിഷാണ് അവിടെ ഷാർക്ക് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിറ്ററലി ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിം അത്ലറ്റിയെ സംബന്ധിച്ചോളം ഈ സീസണിൽ ഒരുപാട് കമ്പാക്കുകൾ അവർ പ്രത്യേകിച്ച് 90 മിനിറ്റ് കഴിഞ്ഞുള്ള സിനാരിയോ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് പ്രഹരം ഇഞ്ചുറി ടൈമിൽ ഏൽക്കേണ്ട ഒരു സിനാരിയോ നമ്മൾ കണ്ടിരിക്കുകയാണ്. അതായത് ഒളിമ്പിക് മോഞ്ചിക് സ്റ്റേഡിയത്തിൽ അവർ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയ ഇഞ്ചുറി ടൈം വിന്നറിലാണ്. ഇവിടെ 2 ഗോളുകൾ ലമീൻ യമാലിൻ്റെയും ഫെറാൻ ടോറസിൻ്റെയും ഗോളുകൾ വന്നത് ഇഞ്ചുറി ടൈമിലാണ് അവർക്കെതിരെ അവരുടെ ഹോമിൽ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലാലിഗ മത്സരം ഡിയേഗോ സിമോൻ്റെ ടീം 2 ഗോളിന് മുന്നിട്ടുന്നതിന് ശേഷം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രേറ്റ് വിക്ടറി. ഹാൻസി ഫ്ലിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഹാൻസി ഫ്ലിക്കിന് ഇമോഷൻ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. ആദ്യം വളരെ ആനിമേറ്റഡ് ആയിരുന്നു ഈ ഒരു മത്സരത്തിലുള്ള കാര്യമാരുടെ ഡക്കൗട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയത് തടഞ്ഞു നിർത്തുക. കാരണം മെൻറ്റാലിറ്റി കാഴ്ചവെക്കുമ്പോൾ കമ്പാക്ക് നടത്തുമ്പോൾ അത് ഭയങ്കര സംഭവമാണ്. മാത്രമല്ല ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം കൊടുക്കുന്നൊരു കിക്ക് ഉണ്ട്. ഈ കമ്പാക്ക് വിജയങ്ങൾക്ക് തരുന്നൊരു കിക്ക്, റെമോൺടാഡകൾ തരുന്നൊരു കിക്ക്, അത് ചെറുതല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ബാഴ്സലോണ വിജയിച്ചവരാണ്. സെക്കൻഡ് ഹാഫിൽ ഒബ്വിയസ്ലി സ്റ്റാറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വെറും 3 അറ്റംപ്റ്റുകൾ മാത്രമേ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 ടാർഗറ്റിലേക്ക് അടിക്കുന്നത് ഗോളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാഴ്സലോണ 9 അറ്റംപ്റ്റുകൾ നടത്തി 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അവർ പിന്നീട് സെക്കൻഡ് ഹാഫിൽ 4 ഗോളുകൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. 20 മിനിറ്റ് പ്ലസ് ഇഞ്ചുറി ടൈമിൽ 4 ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമിയോണിൻ്റെ ടീം ബോട്ടിൽ ചെയ്തിരിക്കുകയാണ്. എനിക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ട്. ഷെസ്നി മത്സരത്തിന് ശേഷം ഐ ഫീൽ ബാഡ് ഫോർ ദം എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും വിഷമമുണ്ട്. പക്ഷേ 2 ഗോളിൻ്റെ ലീഡ് മെട്രോപൊളിറ്റാനിൽ കിട്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ നമുക്ക് പിന്നെ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഒബ്വിയസ്ലി ആ ഒരു ഫറ്റീഗ് പിന്നീട് ക്രീപ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡിൽ. മാത്രമല്ല ആ ഒരു ഗോൾ ഉടനെ ബാഴ്സലോണ അടിച്ചപ്പോൾ ഹിയർ വി ഗോ അഗെയിൻ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം അത്ലറ്റിക്കോ മാഡ്രിഡ് സൈഡിലൂടെ പോയിട്ടുണ്ടാവും. എന്തായാലും ടൈറ്റിൽ റേസിൽ ബാഴ്സലോണ തലപ്പത്താണ് ഇരിക്കുന്നത്. ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് അവർക്ക്. ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഒരേ പോയിൻറ്റ്സ് ആണുള്ളത്, 60 പോയിൻറ്റ്സ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 56 പോയിൻറ്റ്സ് ആണുള്ളത്. അതായത് തലപ്പത്തിരിക്കുന്ന ബാഴ്സലോണയുമായിട്ട് 4 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം. പക്ഷേ ബാഴ്സലോണയ്ക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ ഗെയിം ഇൻ ഹാൻഡ് വിജയിച്ച് കഴിഞ്ഞാൽ 7 പോയിൻറ്റ്സ് ആകും ഡിഫറൻസ്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ടൈറ്റിൽ റേസിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സ്റ്റിൽ അവരുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു പക്ഷേ അൽവാരസ് ഫിറ്റ് ആയിരുന്നെങ്കിൽ സിമിയോനെ സംബന്ധിച്ചോളം ചിലപ്പോൾ വേറെ റിസൾട്ട് കിട്ടിയേനെ. കാരണം അൽവാരസ് അതുപോലെ മെൻറ്റാലിറ്റി പോസസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ആൾക്കാർ ഫറ്റീഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഫീവർ ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ സിമിയോനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എനിക്ക് വിഷമമുണ്ട് സിമിയോയുടെ കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷേ ഇതാണ് ഫുട്ബോൾ, ഇങ്ങനെയാണ് ഫുട്ബോൾ. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിയേഗോ സിമോണിയുടെ ടീമിനെതിരെ ഈ സീസണിൽ അവർ ഇതിനു മുമ്പ് 2 മത്സരങ്ങൾ കളിച്ച പെർഫോമൻസിൻ്റെ 7 അയലത്തോലും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആയിരുന്നു. അങ്ങനെയാണ് അവർ ഈ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത്. മൊമെൻറ്റ്സുകളിൽ അവർ ഡെലിവർ ചെയ്തിരിക്കുകയാണ്, വിച്ച് ഇസ് ഗ്രേറ്റ് ഫോർ ദം. അപ്പോൾ ഈ രീതിയിലുള്ള മെൻറ്റാലിറ്റി പോസസ് ചെയ്യണം ബിഗ് ടൈറ്റിലുകൾ അടിക്കാൻ. അവർക്കതിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം.